കരങ്ങളടിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ആപൽക്കരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. നമ്മുടെ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു തിരിച്ചറിവുണ്ട്. നമ്മൾ ഓരോരുത്തും എത്തണില്ല എന്നുള്ളത്. ഓരോ വാർത്തയും പരിശോധിക്കുമ്പോൾ ഓരോ വാർത്തയും ഓരോ വീക്ഷണങ്ങൾ, ഓരോ ന്യൂസുകളും ഓരോ വീസുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ പരസ്പരം ചെളി വാരിയെറിയുന്ന, പരസ്പരം കേമത്തം നടിക്കുന്ന, പരസ്പരം വക്രതയും വഞ്ചനയും, അതുപോലെ തന്നെ മനുഷ്യൻ ഇന്ന് വളരെ നിസ്സഹായമായ അവസ്ഥയിലാണ്. അവൻ്റെ കോൺഫിഡൻസ് അങ്ങ് നഷ്ടപ്പെട്ടിരിക്കുക. കോൺഫിഡൻസ്, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട മനുഷ്യരുടെ ഭ്രാന്തമായ, അതായത് അവൻ്റെ ഒരു കൺട്രോൾ പോയിരിക്കുന്നു. ഇപ്പോൾ സ്വർണം കടത്ത് നടത്തുന്നവരും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുന്നവരും, ഒരു വിശ്വാസത്തിന് ദേവാലയം പിടിച്ചു പറ്റിയിട്ട് അത് കൊള്ള ചെയ്ത് മറ്റൊരു വിശ്വാസത്തിൻ്റെ ദേവാലയം മാറ്റുന്നവരും, അതെല്ലാം ഈ ആഴ്ചയിൽ നടക്കുന്നത് നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. മനുഷ്യനെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അന്തർധാര എന്ന് പറയുന്നത്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവൻ അക്രമങ്ങൾ കാണിക്കും, സാമ്പത്തിക മേഖല അക്രമം കാണിക്കും. കൂടുതൽ സമ്പത്ത് വാരിക്കൂട്ടിയില്ലെങ്കിൽ, അവനെ സമ്പത്ത് സംഭരിച്ചില്ലെങ്കിൽ അവന് എന്തോ ആപത്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ഏത് വിധേനയും സമ്പത്ത് ശേഖരിക്കാൻ നോക്കും. ഇതുപോലെ ഓരോ എല്ലാത്തിനും ഒരു ക്രമമുണ്ട്. എല്ലാത്തിനും ഒരു ക്രമമുണ്ട്. ചില സമയത്ത് ഈ ക്രമങ്ങൾ തെറ്റണതിനാണ് അക്രമം എന്ന് പറയുന്നത്. ക്രമങ്ങൾ തെറ്റിപ്പോകുന്നതിനാണ് നമ്മൾ അക്രമം എന്ന് പറയുന്നത്. അക്രമം എപ്പോഴും ഇങ്ങനെ ഭൂമിയുടെ ആഴങ്ങളിൽ അങ്ങനെ ഇരിക്കുക. അത് പലതരത്തിലും മനസ്സിൻ്റെ ആഴങ്ങളിലും. ഈ ബൈബിൾ എപ്പോഴും പറയണത് ഭൂമിയും മനസ്സും ഏതാണ്ട് ഒരുപോലെയാണ് പറയണത്. ഭൂമി, ഇപ്പോൾ കർത്താവെ അങ്ങയുടെ അരുവി അയക്കുക, ഭൂമുഖം നവീകരിക്കപ്പെടട്ടെ എന്ന് പറയത്തില്ലേ. അപ്പോൾ ഭൂമുഖം എന്ന് പറയണത് ഇങ്ങനെ ഓസ്ട്രേലിയ, അമേരിക്ക, ആഫ്രിക്ക അതുപോലെയുള്ള ഭൂമിയുടെ മുഖങ്ങളല്ല. ശരിക്കും മനുഷ്യൻ്റെ മനസ്സാണ് ഭൂമി എന്ന് പറയുന്നത്, ബൈബിൾ പറയണത്. ഇപ്പം മനുഷ്യൻ്റെ മനസ്സ് നവീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ അരൂപിയാൽ തന്നെയാണ് നവീകരിക്കേണ്ടത്, അല്ലാതെ പ്രത്യയശാസ്ത്രം കൊണ്ടല്ല നവീകരിക്കേണ്ടത്. ദൈവത്തിൻ്റെ അരൂപി, ദൈവത്തിൻ്റെ കൃപയാലാണ് ഭൂമിയുടെ മുഖം, മനസ്സിൻ്റെ മുഖം നവീകരിക്കേണ്ടത്. അല്ലാതെ എന്തുകൊണ്ട് നവീകരിച്ചാലും പിന്നെയും പഴയ തന്നെ അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ഈ വെള്ളം കുടിക്കണവനെ ഇനിയും ദാഹിക്കും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് ദൈവത്തെ കൊണ്ടല്ലാതെ
വേറെ എന്തിനെ കൊണ്ടും സമ്പത്തോ സ്വർണ്ണ ബിസ്ക്കറ്റോ ഭൂമിയോ ആഹാരമോ വിഷവിധാനങ്ങളോ വലിയ കെട്ടിടങ്ങളോ ബാക്കി എന്തിനെ കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടാൻ ആഗ്രഹിച്ചാലും പിന്നെയും ദാഹിച്ചു കൊണ്ടേയിരിക്കും. 30 കിലോ സ്വർണം, അപ്പോൾ ചിലർ പറയണ ആയിരക്കണക്കിന് കിലോ സ്വർണം ഇറക്കിയിട്ടുണ്ടാവും. അപ്പോൾ ചിലർ ചോദിക്കുകയാണ്, എന്തിനാണ് മനുഷ്യന് ജീവിക്കാൻ 1/2 കിലോ സ്വർണം ഉണ്ടെങ്കിൽ തന്നെ ജീവിക്കാൻ 1/2 കിലോ സ്വർണം പോലും വേണ്ട, അരപ്പവനില്ലാത്തവർ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവിടെ അവർ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവമാണ് സ്വർണമെന്ന് കണ്ടിട്ട് ജീവിക്കുന്നവരുണ്ട്. ദൈവമാണ് അതാണ് അരപ്പാൻ പോലും കയ്യിലുണ്ടാകത്തില്ല. പക്ഷെ അവർക്ക് ഈ 1/2 കിലോ സ്വർണ്ണമുള്ളവരെക്കാൾ സന്തോഷം അവർ അനുഭവിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആത്മവിശ്വാസമുണ്ട്. നമ്മുടെ വിശ്വാസം എപ്പോഴും ജീവിക്കണ ദൈവത്തിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മൾ 1000 കിലോ സ്വർണ്ണമുള്ളവരെക്കാളും കൊടീശ്വരന്മാരായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഒന്നും വേണമെന്ന് തോന്നത്തില്ല. അതാണ് ഈശോ പറഞ്ഞത്, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. 4:13 നമ്മൾ വായിക്കണില്ലേ, അതിമനോഹരമായ സുവിശേഷ ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം. ഈ വെള്ളം കുടിക്കണവന് ഒന്ന് ഏറ്റു പറഞ്ഞേ, ഈ വെള്ളം കുടിക്കുന്നവന് ഇനിയും ദാഹിക്കും. അതാണ് അത് ഈശോ പറഞ്ഞതാണ്. ഇപ്പം സ്വർണം എത്ര കടത്തിയാലും പിന്നെയും ദാഹിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. എന്നിട്ട് ഈശോ പറയും, ഈ ഭൂമിയുടെ മുഴുവൻ ദാഹം അവസാനിപ്പിക്കാനാണ് അവൻ വന്നത്. മനുഷ്യനിങ്ങനെ കുറേ ദാഹം ഉണ്ടാവുകയെ. ഇപ്പം പഞ്ചാബിലെ നൈസാം രാജ്യം ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്തെക്കുറിച്ച് നമ്മുടെ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയുടെ ഓദർ ലാപ്പിയർ പറയണത്, അദ്ദേഹത്തിന് പേർഷ്യയിൽ നിന്ന് ഒരു വൈദ്യൻ വന്ന് പ്രാവിൻ്റെ പാങ്ക്രിയാസ്, പ്രാവിന് കട്ടില്ല, കരളെടുത്തിട്ട് ഒരു പ്രത്യേക മരുന്നുണ്ടാക്കി കൊടുത്തു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ രോഗം ശമിക്കാനൊത്തില്ല. കാരണം അത് ശാരീരികമായ രോഗമല്ലായിരുന്നു, ബോറായിരുന്നെന്ന്. അദ്ദേഹത്തിനുണ്ടായിരുന്ന രോഗം ബോറായിരുന്നു, എന്നുവെച്ചാൽ മടുപ്പ്. സോളമൻ്റെ തന്നെ വേറൊരു ഇന്ത്യൻ വേർഷനാണ് പുള്ളി. കുറേ സ്ത്രീകളുമായിട്ട് ജീവിച്ച മനുഷ്യനാണ്. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഈ മാർബിൾ കൊത്തളത്തിൽ നല്ല വെഞ്ചാമരവും കർപ്പൂരവും അതുപോലെ തന്നെ മറ്റ് ഒത്തിരി സുഗന്ധ ദ്രവ്യങ്ങളാണ് ഈ സ്വിമ്മിംഗ് പൂളിൽ അദ്ദേഹം അരിയിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിലാണ് അദ്ദേഹം ഈ സുഗന്ധ നീരാട്ടം നടത്തിയിരുന്നത്. കുറേ സ്ത്രീകളെ ചുറ്റും നഗ്നരായ സ്ത്രീകളെ വെച്ചുകൊണ്ട് ഒരു രാജാവിന് കിട്ടുന്ന അധികാരം കൊണ്ട് എന്തുമാത്രം അദ്ദേഹത്തിന് ആസ്വദിക്കാൻ പറ്റും, അത്രയും ആസ്വദിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ഒരു പ്രവണത ഉണ്ടെന്ന് ദൈവത്തിന് അറിയാമായിരുന്നത് കൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇങ്ങനെയൊക്കെയുള്ള വെള്ളം കുടിച്ചാൽ ശരീരത്തിൻ്റെ കാര്യമായാലും സമ്പത്തിൻ്റെ കാര്യമായാലും പേരിൻ്റെയും പ്രതാപത്തിൻ്റെയും കാര്യമായാലും ഈ വെള്ളം കുടിക്കുന്നവനെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് വന്നത്, ഒരു പഴയ പോസ്റ്റാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ അമേരിക്കൻ പ്രസിഡന്റുമാർ അവർ സാധാരണ ചന്തയിൽ നിന്ന് ഒരുമിച്ച് 4 പേരും കൂടി ഇപ്പോൾ വർത്തമാനം പറയണ ഒരു ഫോട്ടോ എടുത്തിരിക്കുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ മനുഷ്യൻ. ഒരു കാലത്ത് വലിയ ഈ ലോകത്തിൻ്റെ പോലീസാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അവരുടെ ദൗത്യം കഴിഞ്ഞപ്പോൾ സാധാരണ മനുഷ്യരായിട്ട് അവർ മാറുന്നത്. ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ പോലും ചിലർക്ക് ഭയങ്കര മസിൽ പിടുത്തമാണ്. അപ്പം ഇതൊക്കെ ഈ അധികാരത്തിൻ്റെ വെള്ളം എത്ര കുടിച്ചാലും പിന്നെയും മനുഷ്യന് ദാഹിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അടുത്ത വേണം. ഇന്ന് 30 കിലോ കടത്തിയെങ്കിൽ നാളെ 60 കിലോ കടത്തണം. ഇങ്ങനെ ചെന്ന് ശരിക്കും പറഞ്ഞ് ഇവരെ കാണുമ്പോൾ നമ്മൾ പ്രതികളെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെയൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോഴേ ശരിക്കും അവരുടെ മുഖത്തൊരു പാവത്വങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക അവസ്ഥയിൽ ചെന്ന് മനസ്സ് പെട്ടിട്ട് അവർ കിട്ടാവുന്നത് മുഴുവനും ഇങ്ങനെ ഓരോരോ മാർഗങ്ങളിലൂടെ വളരെ ബുദ്ധിപരമായ രീതിയിൽ അവർ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്.
സമ്പാദിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴും, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഇങ്ങനെ മനുഷ്യൻ്റെ ഒരു പ്രവണതയുണ്ട്, ഇതുപോലെയുള്ള വെള്ളം കുടിച്ച് മനുഷ്യൻ്റെ ഇച്ഛാശ ആഗ്രഹത്തെ ഇങ്ങനെ തൃപ്തിപ്പെടുത്താമെന്ന്. പക്ഷേ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. അതാണ് ഈശോ പറഞ്ഞത്, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കത്തില്ല. എന്നിട്ട് പറഞ്ഞ ഈ വെള്ളം കുടിക്കുന്നവർക്ക് ഇനിയും ദാഹിക്കും, ഈ വെള്ളം കുടിക്കുന്നവർക്ക് ഇനിയും ദാഹിക്കും, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കത്തില്ല. Praise the Lord. അപ്പൊ ഇതിനെല്ലാം കൂടിയാണ് ഈശോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു ഒറ്റമൂലിയായിട്ട് നൽകി. അതുകൊണ്ടാണ് 7:37 നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം, തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു. ഒരുപക്ഷെ ഈശോ ഇത്തരം ഉച്ചത്തിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടാകത്തില്ല. അത് ഈശോയാണ് പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കണം. തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ ഇരുന്ന അവനാണ് അവിടെ ഇരിക്കുകയായിരുന്നൊരു പീഠത്തിൽ. പക്ഷെ ഒരു വലിയ കാര്യങ്ങൾ പറയാൻ വേണ്ടി അവൻ എഴുന്നേറ്റ് നിന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞ്. അതിനെന്ത് തിരഞ്ഞെടുത്തിരിക്കണത്? തിരുനാളിൻ്റെ പിഗ് ഡേ ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, മഹാദിനം. തിരുനാളിൻ്റെ ഓർഡിനറി ഡേയ്സ് അല്ല, 10-15 ദിവസം നടക്കുന്ന തിരുനാളാണ്. അതിൻ്റെ ഓർഡിനറി ഡേയ്സ് അല്ല പറയണത്, അതിൻ്റെ പിഗ് ഡേ എടുത്തിട്ട് അവൻ എഴുന്നേറ്റ് നിന്നു. എന്തൊരു ഡ്രസ്സിങ് ആണ്! അവൻ എഴുന്നേറ്റ് ഉച്ചത്തിൽ പറഞ്ഞു. എന്താ അവൻ പറഞ്ഞത്? സ്വർഗസ്ഥനായ പിതാവ് പോലും അത്രയും സ്വരത്തിലല്ല അവൻ പ്രാർത്ഥിച്ചത്. പക്ഷെ ഇതവൻ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ എന്ന്. വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ടാണ് ഈശോ 6:67 പറയുന്ന ഒരു വാക്ക് അച്ഛൻ്റെ ധ്യാനത്തോട് ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ്. യോഹന്നാൻ 6:27 എന്താണ്? അപ്പത്തെ തന്നെ ഈശോ രണ്ടായിട്ട് തിരിക്കും. ഇപ്പം വെള്ളത്തെ രണ്ടായി തിരിച്ചില്ലേ? ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും, ഞാൻ തരുന്ന വെള്ളം കുടിക്കണവന് ഒരിക്കലും ദാഹിക്കത്തില്ല. അപ്പം 4:13 വെള്ളത്തെ ഈശോ രണ്ടായിട്ട് തിരിച്ചു. മനുഷ്യന് വേണ്ടത് എന്താണ്? വെള്ളവും ആഹാരവും വെള്ളവും വേണം, അല്ലേ? മനുഷ്യൻ്റെ ശരീരത്തിന്. എന്നിട്ട് ഈശോ പറഞ്ഞത് എന്താ? അത് മാത്രമല്ല വിഷയം. അതായത് നശ്വരമായ 6:27 യോഹന്നാന്റെ സുവിശേഷം ഏറ്റുപറഞ്ഞ്, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്മേൽ അംഗീകാരമുദ്ര ചാർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര അധ്വാനമല്ലേ മനുഷ്യൻ, അല്ലേ? സ്വർണ്ണ കടത്തിന് എത്ര കണ്ണികളാണ്, എത്ര പേരുടെ അധ്വാനമാണ്, എത്രയോ പേരാണ് ഇങ്ങനെ അധ്വാനിക്കുന്നത്. റിസ്ക് പിടിച്ച സാഹസികമായ അധ്വാനങ്ങളാണ്. ഇതെല്ലാം നശ്വരമായ അപ്പത്തിന് വേണ്ടിയുള്ള അധ്വാനമാണ്. ഇതൊരു പ്രവണതയാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് ഈശോ പറഞ്ഞത്, നശ്വരമായ, അതേ നശിച്ചു പോകുന്ന അപ്പമാണ്. ഇപ്പം എന്ത് നേടിയാലും കുറച്ച് കഴിയുമ്പോൾ അത് നാശോന്മുഖമാകും. ഈ പ്രപഞ്ചത്തിൻ്റെ രീതി അത് തന്നെയാണ്. ഈ പത്രോസ് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും ആത്മാവിൻ്റെ ജ്ഞാനത്തിൽ ഒരിക്കൽ പറഞ്ഞത് മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുമെന്നാണ്. ഇപ്പം നമുക്കറിയാമല്ലേ, പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് തന്മാത്രയും ആറ്റം കൊണ്ടാണ്. ഈ ആറ്റം പോലും ഡിഫ്യൂസ് ചെയ്യുമെന്നാണ് പറയണത്, വെന്തുരുകുമെന്ന്. അപ്പം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഈ കാണുന്ന കല്ലുമേ കല്ല് ശേഷിക്കാത്ത, നിങ്ങളീ കാണുന്നതെല്ലാം കല്ലുമേൽ കല്ല് ശേഷിക്കാത്ത
ഇപ്പോൾ യോഹന്നാൻ 2:19 ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്വസ്തം ഹല്ലേലൂയ. പുനരുദ്ധരിക്കാൻ പറ്റുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് യേശുവിൻ്റെ ശരീരം മാത്രമാണ്. യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ശരീരവും പുനരുദ്ധരിക്കാൻ പറ്റും. അതാണ് ഈശോ യോഹന്നാൻ 2:19 പറയണത്. ഇത് ഈ പുനരുദ്ധരിക്കാൻ പറ്റുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, യേശുവിൻ്റെ ശരീരം, പിന്നെ യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുന്നവർ. ബാക്കിയെല്ലാം അത് ദേവാലയമാണെങ്കിൽ പോലും നിങ്ങളീ കാണുന്നതെല്ലാം തകർന്ന് കല്ല് ശിക്ഷിക്കാത്ത കാലം വരും. പുനരുദ്ധരിക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ കാണുമ്പോൾ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാ വിഷയങ്ങളും എപ്പോഴായാലും നശിച്ചു പോകും. നശിച്ചു പോയാൽ പിന്നെ അതിനെ പുനരുദ്ധരിക്കാൻ പറ്റത്തില്ല. വേറെ ചില ഡമ്മികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും, അത് ആശിച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നശ്വരമായ അപ്പമെന്ന്. ഈശോയുടെ എല്ലാ വചനങ്ങളും എല്ലാം ഏതാണ്ട് ഒരേ പല രീതി പറയണമെന്നേ ഉള്ളൂ. അതാണ് 6:27 നമ്മൾ വായിച്ച് കേട്ടത്. എന്താണ്? നശ്വരമായ അപ്പം, കാണുന്നതെല്ലാം തകർന്ന്. ഇപ്പം രണ്ടും നശ്വരമാണ് അല്ലേ? നിങ്ങൾ കാണുന്നതെല്ലാം തകർന്ന് കല്ല് ശിക്ഷിക്കാത്ത കാലം വരും എന്ന് പറയണതും നശിച്ചു പോകുന്ന അപ്പവും സെയിമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കണതാണ് ഭയങ്കര ഒരു മനുഷ്യൻ്റെ ജീവിതം. അതുകൊണ്ട് ഒരിക്കലും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ സോളമൻ ചോദിച്ചു, മനുഷ്യൻ്റെ അധ്വാനം കൊണ്ട് എന്ത് പ്രയോജനം വന്നു? ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. സഭാപ്രസംഗി 3:9 അധ്വാനിക്കുന്നവന് അവൻ്റെ അധ്വാനം കൊണ്ട് എന്ത് പ്രയോജനം? സഭാപ്രസംഗി 3:9 അധ്വാനിക്കുന്നവന് അവൻ്റെ അധ്വാനം കൊണ്ട് എന്ത് പ്രയോജനം? ദൈവം മനുഷ്യമക്കൾക്ക് നൽകിയ ശ്രമകരമായ ജോലി ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതാണ് ഈശോ 6:27 ചോദിക്കുന്നത്, നശ്വരമായ അപ്പം. എപ്പോഴും അതുകൊണ്ട് പൗലോസ് പറയും, ഈ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു അലങ്കാരമാണ്, അനുഗ്രഹമാണ്. മനുഷ്യന് ആക്രാന്തം കൂടുമ്പോഴനുസരിച്ച് കൊണ്ട് അക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, നമ്മൾ ഓരോരുത്തരും എത്തത്തില്ല. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഒത്തിരിയേറെ ആഗ്രഹങ്ങൾ നിങ്ങൾ സൂക്ഷിച്ച് വെച്ച് അത് നേടാൻ വേണ്ടി ഒരു ജീവിതം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ നമുക്കും ചെയ്താൽ മാത്രമേ അവരുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നില്ലേ? ഇപ്പോൾ ഒരാൾ ഒരു കാറ് വാങ്ങിച്ച് നമ്മുടെ അയൽവാസി, ഇപ്പം നമ്മൾ പറയണ ഈ നാട്ടിൽ ജീവിച്ചിരിക്കണമെങ്കിൽ അത്ര ഒരു കാറ് മേടിച്ചാലേ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒരു ലോകാരൂപിയുണ്ട്. അതായത് ഇതെല്ലാം ഈ കാണുന്ന വിഷയങ്ങൾ, ഇങ്ങനെ ഈ ലോകാരൂപി അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അവൻ വേറെ കാര്യം ചെയ്യും. പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോയി അവനെ നമ്മളെ ആരെയാണ് ഫോളോ ചെയ്യണത്? അയൽവാസിന്, കൂടെയുള്ള കൂട്ടുകാരനെ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്നവരെയാണ് ഫോളോ ചെയ്യണത്? അത് കർത്താവിനെയാണ് ഫോളോ ചെയ്യണത്. ഇപ്പോൾ ഓരോരുത്തർ ചെയ്ത് അവൻ്റെ ഇപ്പോൾ ഡ്രസ്സ്, സ്വർണം ഇല്ലേ, അല്ലെങ്കിൽ ആഭരണം, അപ്പോൾ അവരൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ നമുക്ക് ഒരെണ്ണം വേണം, അതുപോലെ നമുക്ക് നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യണത്? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം, ആരെയാണ് ഫോളോ ചെയ്യണതെന്ന്.
പലപ്പോഴും നമുക്കറിയാം ക്രിസ്തുവിനെ അല്ല നമ്മൾ ഫോളോ ചെയ്യണത്. നമ്മുടെ പല പ്രാർത്ഥന ലാഗ് ചെയ്യാൻ കാരണം നമ്മൾ മുമ്പോട്ട് നോക്കിയാൽ മനസ്സിലാകും ക്രിസ്തുവല്ല നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒന്നെങ്കിൽ അയൽവാസിയായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരനോ കൂട്ടുകാരത്തിയോ ആണ്. ചിലരൊക്കെ കോയമ്പത്തൂർ പോയി ബാങ്ക് ജോലി ഇട്ടിട്ട് സുന്ദരമായിട്ട് ഇവിടെ ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ലാതെ. അപ്പോഴേ അതായത് എപ്പോഴും നമ്മൾ മനസ്സിലുണ്ടാകണതേ നല്ല ശരിക്കും ഈ ബുദ്ധിയില്ലേ, ബുദ്ധിയും ചിന്തയും ഹൃദയവും ഒക്കെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കണം. എപ്പോഴും രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ വെക്കണം കൈ. ഉണ്ടാ അച്ഛൻ പറ്റിക്കണ്ടല്ലേ, രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ അവിടെ കൈ വെക്കണം. എന്തിനാണ്? കർത്താവേ, എൻ്റെ ബുദ്ധിയും എൻ്റെ ഹൃദയവും, 2 ഫാക്കൽറ്റിയാണ് നമുക്കുള്ളത്. ഇൻ്റലക്റ്റ് ആൻഡ് വിൽ, 2 ഫാക്കൽറ്റി ഉണ്ട്. ഈ 2 ഫാക്കൽറ്റി എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ മിസ്റ്റേക്കിലാകും. എന്നിട്ട് പറയാം, കർത്താവേ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ്. അതായത് എനിക്ക് തൃപ്തി തരണമെന്ന് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ മക്കളെ, ഈ നെറ്റിയിലും ഈ നെഞ്ചിലും അങ്ങ് കൈ വെച്ചിട്ട് കർത്താവേ എനിക്ക് തൃപ്തി തരണമെന്ന് പ്രാർത്ഥിക്കണം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇപ്പം ഈശോ പറഞ്ഞില്ലേ, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കുമെന്ന് തൃപ്തി ഉണ്ടാകത്തില്ലെന്നല്ലേ പറഞ്ഞത്. ലോകത്തിൻ്റെ ആൾക്കാരുടെ താല്പര്യങ്ങൾ, അതനുസരിച്ചുള്ള ആഗ്രഹങ്ങളൊക്കെ കീപ്പ് ചെയ്ത് അതിൻ്റെ പുറകെ നമ്മൾ ഓടിക്കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇച്ഛാഭംഗം ഉണ്ടാകും. ഇച്ഛാഭംഗം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ തരത്തിലുള്ള വിഷയങ്ങൾ ഇങ്ങനെ ചെയ്ത് കൂട്ടും. അതിനകത്ത് കള്ളത്തരങ്ങളുണ്ടാകും. അപ്പോൾ ചിലർ ഒത്തിരിയേറെ കള്ളത്തരങ്ങൾ ചെയ്താലും അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. നാട്ടുകാരുടെ മുമ്പിൽ നല്ല വെള്ള ചമഞ്ഞ്, നമുക്ക് മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ടേ, ചില പറയത്തില്ലേ, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന്. ചത്ത് കിടന്നാലും അത് മലയാളികളുടെ മാത്രം ഒരു മനസ്സാണ്. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം. ചത്ത് കിടക്കണേ, ചമഞ്ഞ് കിടന്നിട്ട് വലിയ കഥയൊന്നുമില്ല. എന്നാലും മനുഷ്യൻ്റെ ഒരു ആഗ്രഹം ഉള്ളിൽ, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. അവൻ ദാഹിച്ച് പല വിക്രിയകൾ കാണിക്കും, പല ബന്ധങ്ങളിൽ ചെന്ന് ചാടും. എന്നിട്ട് അത് സംരക്ഷിക്കാൻ വേണ്ടിയും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയും ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് വാട്ട് വി ഗെയിൻ ആഫ്റ്റർ ഓൾ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ ഗെയിം ഒന്നും ചെയ്യേണ്ടത്. നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊന്ന് കണ്ട് പരിശോധിച്ച് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ആരും ആവശ്യമില്ലാത്ത നെഞ്ചുവേദന സൂക്ഷിക്കരുതെന്ന് അച്ഛൻ പറയണത്. ഞങ്ങൾക്ക് അതില്ല, ഞങ്ങൾക്ക് ഇതില്ല എന്നും പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്തൊരു നെഞ്ചുവേദനയെ സൂക്ഷിക്കേണ്ട. നിങ്ങൾക്ക് ഇവിടെയാണ് അതായത് ആധുനിക കാലം വന്നപ്പോൾ എന്നാ പറ്റുമെന്നറിയാവോ? വിശ്വാസം ആപ്ലിക്കേറ്റ് ചെയ്യണില്ല മനുഷ്യൻ. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സംഭവം, മറ്റുള്ളവർക്ക് അതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം അർത്തുങ്കൽ പള്ളിയുടെ വാതിക്കൽ ഞാൻ രാത്രി 1 മണിക്ക് വന്നിറങ്ങി പ്രാർത്ഥിക്കാൻ വേണ്ടി. എപ്പോഴും അവിടെ ഇറങ്ങിയാൽ പ്രാർത്ഥിച്ചിട്ട് പോകും. പ്രാർത്ഥിക്കുമ്പോൾ ഒരു പയ്യൻ നല്ല ശരിക്കും രാത്രി 1 മണിയായി, പക്ഷേ അയാൾ നല്ല വെള്ളമാണ്. അയാൾ വന്ന് ജോസഫച്ചനല്ലേ എന്നും പറഞ്ഞ് എന്നെ കണ്ട് ശ്രുതിയൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്നിട്ട് പുള്ളിക്ക് 2-3 ചീല ഡയലോഗ് പറഞ്ഞു. അച്ഛാ, എനിക്ക് മൊബൈലുമില്ല, സ്കൂട്ടറുമില്ല, ഒരു സെറ്റപ്പുമില്ല എന്നും പറഞ്ഞുകൊണ്ട്. എന്നുവെച്ചാൽ അതുകൊണ്ട് അതൊക്കെ അയാളെ കളഞ്ഞതാണേ. അതുകൊണ്ടാണ് അയാൾ വെള്ളമടിക്കണമെന്നാണ് എന്നെ ധരിപ്പിക്കണത്. അപ്പോൾ അതായത് മറ്റുള്ളവർക്കുള്ള സംഭവങ്ങൾ നമ്മൾക്കതുപോലെ ഇല്ലെങ്കിൽ നമ്മൾ സെറ്റപ്പല്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ഭയങ്കര ആത്മവിശ്വാസക്കുറവ് കാണിച്ചിട്ട് ആത്മവിശ്വാസക്കുറവ് പരിഹരിക്കാൻ വേണ്ടി ചില ആൾക്കാർ വിശും, ചില ആൾക്കാർ ഇതുപോലെ കള്ളക്കടത്ത് നടത്തും. ഇതാണ് അച്ഛൻ ആദ്യം പറഞ്ഞത്. ഈ എന്ത് വെള്ളം കാണിച്ച്, ഇത് എന്ത് കയ്യാങ്കളി കാണിച്ചാലും അവസാനം ഈശോ പറയും, നിങ്ങൾ എന്തെല്ലാം കാണിച്ചാലും പിന്നെയും ദാഹിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഭാഗങ്ങളിലെല്ലാം അതാണ് അച്ഛൻ പറഞ്ഞത്, നെറ്റിലും നെഞ്ചിലും കൈവച്ചിട്ട് കർത്താവെ തൃപ്തി തരണമെന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ നെറ്റിലും നെഞ്ചിലും കൈവച്ചേ. കുറേ ആവശ്യമില്ലാത്ത ഭാരങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഒന്ന് പോട്ടെ.
നെറ്റിയിലും നെഞ്ചിലും കൈവച്ച് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ 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 എൻ്റെ ആത്മാവിലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തരണമേ. അങ്ങ് ആഗ്രഹിക്കാത്തത് ഞാൻ ആഗ്രഹിക്കാതിരിക്കാനും മറ്റുള്ള മനുഷ്യർക്കുള്ളത് എനിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിൽ ദാഹം തോന്നി, കർത്താവേ എന്റെ വചന വഴികളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എനിക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. കർത്താവേ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം ഈശോ. ഓരോ മനുഷ്യരും ഓരോ ചിന്തകളുണ്ട്. അപ്രകർഷതാ ബോധവും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട് കർത്താവേ ഓരോ ആക്രമണം കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് കർത്താവേ. അതെല്ലാം കർത്താവേ ശാശ്വതമല്ല. ഈ വെള്ളം കുടിക്കും, ഇനിയും ദാഹിക്കും. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യത്വം നൽകുന്ന നിത്യജീവൻ നൽകുന്ന അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാൻ അങ്ങ് പറഞ്ഞതിന്റെ അകമ്പരുളുകള് അഭിഷേകമായി നൽകണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ കാലത്തുള്ള ഓഡിയൻസ് എനിക്ക് തോന്നുന്നത് കർത്താവ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഈശോയുടെ സംസാരത്തിൻ്റെ ഒരു പ്രത്യേകത ഇതായിരുന്നു. അതായത് ഈശോ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് ദൈവവചനം കേൾക്കാനുള്ള തുറവി അവർക്ക് കൊടുക്കും. അത് വലിയൊരു കാര്യമാണ്. അതായത് ഇപ്പം നിങ്ങൾ വചനം വായിക്കണില്ലേ വീട്ടിലെ? ഇപ്പം വീട്ടിൽ വചനം വായിക്കുമ്പോൾ തന്നെ അതുപോലെ ഇപ്പോൾ ഈ ശുശ്രൂഷ കൂടുന്നില്ലേ നിങ്ങൾ? അങ്ങനെ കൂടുമ്പോൾ തന്നെ ആദ്യമേ പ്രാർത്ഥിക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ചോ. ഇപ്പം പ്രാർത്ഥന പറഞ്ഞു തരാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ ആ വചനം ഗ്രഹിക്കാനുള്ള ആന്തരിക അഭിഷേകം നൽകണമേ. ആന്തരിക അഭിഷേകം നൽകണമേ. എന്റെ ചെവികളെ തുറക്കണമേ. എന്റെ കണ്ണുകളെ തുറക്കണമേ. എന്റെ ഹൃദയത്തെ തുറക്കണമേ. വചനം കേട്ട് അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ വചനം ഗ്രഹിക്കുവാൻ എന്റെ ആന്തരിക നേത്രങ്ങളെ തുറക്കണമേ. എന്റെ ഹൃദയത്തെ വചനം സ്വീകരിക്കാൻ ഒരുക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. കർത്താവ് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴേ ഇപ്പോൾ ലൂക്ക 24:27 അനുസരിച്ച് മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നവയെ എല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ 31-ാം അധ്യായം 31-ാം വാക്യത്തിൽ 24:31 അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. 24:25 എഴുതിയിരിക്കുന്നത് അവിടെ ഹൃദയം ജ്വലിച്ചു എന്നാണ്. കാര്യം അവിടെ ഹൃദയം മന്ദീഭവിച്ചിരിക്കുകയായിരുന്നു. 24:25 ലുക്ക 24:25 ഹൃദയം മന്ദീഭവിച്ചരെ എന്ന് കർത്താവ് വിളിക്കുന്നുണ്ട് അവരെ. ഈ ഹൃദയം മന്ദീഭവിച്ച അവസ്ഥയിലാണ് നമ്മൾ കർത്താവിൻ്റെ വചനം പലപ്പോഴും കേൾക്കുന്നതും. ഈ ബൈബിളിൽ നമ്മൾ സന്ധ്യയ്ക്ക് ജപമാലയ്ക്ക് ശേഷം വചനം വായിക്കത്തില്ലേ? പക്ഷെ വായിക്കുമ്പോൾ ഇത് നമ്മൾ വായിക്കുമ്പോൾ ഹൃദയം മന്ദീഭവിച്ച അവസ്ഥയിലാണ് നമ്മൾ വായിക്കണത്. ഇപ്പം അപ്പോസ്തലന്മാരുടെ ഹൃദയം മന്ദീഭവിക്കേണ്ട കാര്യം എന്താ? കർത്താവ് മരിച്ചുപോയി എന്നുള്ള ഒരു ദുഃഖം കൊണ്ടാണ് അവരുടെ ഹൃദയം മന്ദീഭവിച്ചത്. ഇപ്പം സങ്കടം വരുമ്പോൾ ഹൃദയം മന്ദീഭവിക്കുകയെ. ഇപ്പം നമുക്ക് രോഗം വന്നാൽ, ഇപ്പം രോഗമാണെന്ന് പറയുമ്പോൾ ഹൃദയം മന്ദീഭവിച്ചിരിക്കും അല്ലേ? അതുപോലെ തന്നെ കടങ്ങൾ ഉണ്ടെങ്കിൽ ഹൃദയം മന്ദീഭവിക്കും. ഇപ്പം സ്വാഭാവികമായി ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ഹൃദയം മന്ദീഭവിക്കും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് വചനം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനൊരു മന്ദീഭവിച്ച അവസ്ഥയിലാണ് നമ്മളിത് വായിക്കണത് എന്ന് നമുക്കൊരു ഓർമ്മയുണ്ടാകണം. അത് എന്നിട്ട് ഈ അമ്മയുടെ മധ്യസ്ഥം ചോദിക്കണം. കാര്യം വചനം ആദ്യം സ്വീകരിച്ചത് അമ്മയാണ്. അപ്പം അമ്മ വചനം സ്വീകരിച്ചിട്ട്
അമ്മ അത് മാംസമാക്കി മാറ്റിയത്, മാംസം അവസാനം അത് ഈശോയായി പിറന്നതും എല്ലാം വചനത്തിൻ്റെ അമ്മയാണ് ദൈവമാതാവ്. അപ്പം അമ്മയോട് പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, അപ്പോസ്തലന്മാരെ പോലെ പലപ്പോഴും വചനം കേൾക്കാൻ ഞങ്ങളുടെ ഹൃദയവും ജീവിത സങ്കടങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട്, വഴക്കുകൾ കൊണ്ട് ഹൃദയം മന്ദീഭവിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വിശുദ്ധമായ രക്തം ഞങ്ങളുടെ ഹൃദയത്തില് തളിക്കണം. അങ്ങ് വചനം പ്രഘോഷിച്ചപ്പോഴ് അപ്പോസ്തലന്മാരുടെ ഹൃദയങ്ങള് ജ്വലിച്ചതുപോലെ വചനം കേൾക്കാൻ ഞങ്ങളുടെ കർണപുടങ്ങളെ അങ്ങ് തുറക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവര് ഇപ്പൊ 24:32 ലൂക്കായുടെ സുവിശേഷം, വിശുദ്ധ ലൂക്ക 24:32 എന്താ എഴുതിയിരിക്കുന്നത്? അവിടുന്ന് വചനം നമ്മൾക്ക് പറഞ്ഞു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയല്ലായിരുന്നോ? പക്ഷേ ദുരിതം എന്നാ ചെയ്തത്? അവരെഴുന്നേറ്റ് എവിടുന്നാണോ തങ്ങൾ ഇട്ടച്ചൻ പോകുന്നത് തിരിച്ച് ആ ജെറുസലേമിലേക്ക് തന്നെ അവർ തിരിച്ചു പോകും. അപ്പോൾ വചനത്തിൻ്റെ പ്രത്യേകത അതാണ്. അതായത് വചനം കേൾക്കുമ്പോഴേ, അപ്പം അതിന് മുമ്പൊരു പണി ചെയ്യണം മക്കളെ. ഈ വിശുദ്ധ കുമ്പസാരം എന്നൊക്കെ പറയണതേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഹൃദയം കടങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, വീട്ടിലെ വഴക്കുകൾ കൊണ്ട് ഹൃദയം മന്ദീഭവിച്ചിരിക്കുകയാണെങ്കിലേ നിങ്ങൾ ഈസിയായിട്ട് ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. എത്രയും വേഗം പോയി കുമ്പസാരിക്കുക, എത്രയും വേഗം. അപ്പോൾ നിങ്ങൾ പറയും ഇപ്പോൾ കൊറോണയാണ് കുമ്പസാരിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കറിയാമല്ലോ, ആവശ്യക്കാർക്കൊരു പ്രശ്നമില്ല. ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടത്, ഒരു അച്ഛൻ കസേരയെ വീട്ടിലിരിക്കുകയാണ്. എന്നിട്ട് കാറിന് വന്ന ആൾക്കാർ കാറേ ഇരിക്കും, കാറിൽ നിന്ന് കുമ്പസാരിക്കും, അച്ഛന് ആശീർവാദം കൊടുക്കും. പ്ലേഗ് കാലത്ത് നിലനിന്ന സഭയാണിത്. എല്ലാ വസന്തകളെയും നമ്മൾ അതിജീവിക്കും. ആധ്യാത്മികമായി നമ്മുടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് സഭയിൽ ഇപ്പോൾ ഓൺലൈനിലല്ലേ നിങ്ങൾ കുർബാന കൂടുന്നത് ഇല്ലേ? ഇപ്പം നമ്മൾ കൃപാസനത്തിൽ ഇപ്പോഴ് തത്സമയ റോസരി ജപമാല കൃപാവരേഞ്ഞുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ പങ്കെടുക്കുന്നതാണ് ഇതിൻ്റെത്. ഭയങ്കരമായ ഒരു അനുഗ്രഹമാണത് ഇപ്പോൾ ഇതിലൂടെ വരുന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ കൃപാസനത്തിൽ വന്ന് അമ്മയുടെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഓസ്ട്രേലിയയിലും പാലായിലും എറണാകുളത്തും അമേരിക്കയിലൊക്കെ ഉള്ള ആൾക്കാർ തത്സമയമായിട്ട് എല്ലാ ദിവസവും 3:30 മണിക്കാണ് ജപമാല തുടങ്ങുന്നത്. അമ്മയെ കണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ ഇവിടെ നിങ്ങളുടെ ലിങ്കായി നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കേൾക്കണ പ്രാർത്ഥനാ വിഷയങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കും. നിങ്ങൾ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഞാനൊരു 3 മാസം മുമ്പ് ബിഷപ്പ് ഹൗസിൽ, ഞങ്ങളുടെ ആലപ്പുഴ ബിഷപ്പ് ഹൗസിൽ കോൺഫറൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാർച്ച് 12-ാം തീയതി ലോക്ക്ഡൗൺ ആകാൻ പോകുന്ന സമയത്ത് ഒരു കോൺഫറൻസ് ഉണ്ടായി. അപ്പോൾ ഞാൻ പിതാവിനോട് ചോദിച്ചു, പിതാവേ, ഞാൻ ചെവിച്ചെന്നാണ് ചോദിച്ചത്. പിതാവ് അതിനെ പരസ്യമായിട്ട് ഉത്തരം പറഞ്ഞ്, എനിക്കങ്ങനെ തോന്നി ചോദിക്കണമെന്ന്. ഞാനതൊരു പിതാവിനെ പരസ്യമായിട്ട് ഉത്തരം പറഞ്ഞത്. ഞാൻ ചോദിച്ചു, ഇതാണ് ഇപ്പോൾ ഇങ്ങനെ ഇത് മാർച്ച് മാസത്തിൽ ചോദിച്ചതാണ്, 10-ാം തീയതി വരെ ചോദിച്ചതാണ്. അതായത് ഞങ്ങൾക്ക് ആൾക്കാരുടെ കുമ്പസാരം ഫോണിൽ കേൾക്കാമോ അല്ലെങ്കിൽ സ്കൈപ്പിൽ കേൾക്കാമോ എന്നാണ്. അന്ന് സ്യൂം ഇത്രയും പ്രചാരം നേടിയില്ല, ഇപ്പോൾ ഗൂഗിൾ മീറ്റ് പ്രചാരം നേടിയിട്ടില്ല. ഇപ്പോൾ ആൾക്കാരെ കണ്ടിട്ട് അവിടെ പാപങ്ങൾ മോചിക്കാമോ എന്ന് ചോദിച്ചു. കാര്യം ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടാണ് അങ്ങനെ ചോദിച്ചത്. പക്ഷേ സഭയിൽ നിന്ന് നമുക്ക് അനുവാദം കിട്ടിയില്ല. പക്ഷേ ഞാനിപ്പോഴും തുടരുകയാണ്, അതായത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ ഒരു കാലം വന്നാൽ ഓരോ വ്യക്തികൾ എത്ര പേരാണ് ഞങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ പരിപൂർണമായ ദണ്ഡവിമോചനം നടത്തിയില്ലേ വത്തിക്കാൻ? പെസഹ വ്യാഴാഴ്ച ചൊവ്വാഴ്ചയോ അല്ലേ പരിപൂർണമായ ദണ്ഡവിമോചനം നടത്തിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്
വത്തിക്കാൻ്റെ യൂട്യൂബിൽ 2,25,000 സബ്സ്ക്രിപ്ഷൻ ഉണ്ടായത്. ആ പരിപൂർണമായ ദണ്ഡവിമോചനത്തിൻ്റെ സമയമായപ്പോൾ പൂക്കുറ്റി പോലെയാണ് ജനങ്ങൾ അത് ഓപ്പൺ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് 5 ലക്ഷമായി. അപ്പം അത് സഭ അത് വിവേചിച്ച് മനസ്സിലാക്കേണ്ട കണക്ക് എന്താ വെച്ചാൽ ജനം അത്ര കണ്ട് പാപം മോചിക്കപ്പെടാൻ സങ്കടത്തോടെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് ആ മേഖലയിൽ സഭയ്ക്ക് നല്ല ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി കർത്താവായ ദൈവമേ, പാപാവസ്ഥ കഴിയുന്ന ജനങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി കർത്താവേ, പുതിയ കാലത്തെ പുതിയ മാർഗങ്ങള് സഭയുടെ അപ്പോസ്തലിക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ പാസ്റ്റർ ചെയ്യാനും ജനങ്ങളെ പരിപോഷിപ്പിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ പുതിയ വെളിച്ചം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത് പ്രധാനപ്പെട്ട വിഷയമാണ്. കാര്യം ഹൃദയം മന്ദീഭവിച്ച് പോകുമ്പോൾ നിങ്ങളെ ഇപ്പോൾ സിറ്റുവേഷനിൽ ഇപ്പോൾ നമുക്കറിയാം, ലാറ്റിൻ കുർബാന അർപ്പിക്കുമ്പോഴും നമ്മൾ മാക്സിമ കുൾപ്പ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ, ഐ കൺഫസ് ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവത്തോട് എന്നുള്ള വലിയ പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. നമ്മൾ അനുതാപത്തിൻ്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈനിലാണെങ്കിലും ആ കുർബാന പങ്കെടുക്കുമ്പോൾ ഓൺലൈനിൽ കുമ്പസാരിക്കാൻ നമുക്ക് അവസരമില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഓർക്കണം, ഈ ജനറൽ അബ്സല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് കുർബാന കിട്ടുന്ന സംഭവമാണ്. അപ്പം അതിൻ്റെ മക്കൾ ഓൺലൈൻ കുർബാന പങ്കെടുക്കുമ്പോൾ ഉടനെ നിങ്ങൾ നമ്മുടെ പാപങ്ങൾ ഓർത്ത് അനുതപിക്കാമെന്ന് പറയുമ്പോൾ ഉടനെ കൈ നെഞ്ചത്ത് വെച്ച് ശിരസ്സ് നമിച്ച് കർത്താവ് പാപങ്ങൾ നിങ്ങൾ ഏറ്റു പറയണം. അപ്പോഴേ കുർബാനയിൽ തന്നെ വൈദികൻ സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പൊറുത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാട്ടെ എന്ന് പറയും. എൻ്റെ മക്കളെ രക്ഷപ്പെട്ട് എന്താ കാര്യം, ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്കറിയാം. നിങ്ങൾ കുമ്പസാരത്തിന് തുല്യമായിട്ട് വരും. ഇനി അതുകൊണ്ട് ഇനിയൊരു കുമ്പസാരത്തിന് അണയുമെന്ന് വരെ നിങ്ങൾ പരപ്രസാദത്തിൽ നിലനിർത്താൻ നിങ്ങൾ കഴിയും. വാട്ട് ഐ ആം ടോക്കിംഗ് അബൌട്ട്, അതായത് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ ഹൃദയം മ്ലാനതയോടുകൂടി വചനം വായിച്ചാൽ നിങ്ങളുടെ ഹൃദയം ജ്വലിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, അവർ ഹൃദയം ജ്വലിച്ചിട്ട് ജെറുസലേമിലേക്ക് തിരിച്ചു പോവുകയാണ്. വചനം വായിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാഥമിക ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും. ഒരുപക്ഷെ കടങ്ങൾ കൊണ്ടോ രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വഴക്കുകൾ കൊണ്ടോ നിങ്ങളുടെ മനസ്സ് മലീമസമായിരിക്കുകയും ഹൃദയം തളർന്നിരിക്കുകയും ചെയ്തിരിക്കും. പക്ഷേ വചനത്തിനൊരു കപ്പാസിറ്റി ഉണ്ട്. എന്താണ്? വചനം കേൾക്കുമ്പോൾ ഹൃദയം തൊലിച്ചിട്ട് നിങ്ങളെ ഏത് വികാരത്തിലാണ് ഇപ്പോഴേ ആദ്യമുണ്ടായിരുന്ന വികാരത്തിലേക്ക്, ആ സമാധാനത്തിലേക്ക്, ആ സന്തോഷത്തിലേക്ക്, ആ കൂട്ടായ്മയിലേക്ക്, ആ കൃപയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ അപ്പോസ്തലന്മാരെ കണ്ടില്ലേ, 24:32 എന്താ പറയണത്? അവരെ തിരിച്ചു പോയെന്നാ പറയണത്. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ശ്രുതികട ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:33, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:33 വചനം കേട്ട് കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചത്? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം കേട്ടാൽ ഹൃദയം ജ്വലിക്കും, മ്ലാനതയെല്ലാം മാറും. എന്നിട്ട് അവർ തിരിച്ചു പോകും. ഇപ്പം നിങ്ങൾക്ക് കടമുണ്ട്, ഇപ്പം ജപ്തി നോട്ടീസ് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന നിങ്ങളുടെ മാനസികാവസ്ഥ എന്താ? നിങ്ങൾ അത്യാവശ്യം കുഞ്ഞുങ്ങളെയും പോറ്റി ഉള്ളത് ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ കഴിയും. ഇപ്പം ജപ്തി നോട്ടീസ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സാപ്പിൾ മ്ലാനമാകും. പക്ഷേ വചനം കേട്ട് കഴിയുമ്പോൾ, ആ വചനത്തെ വിശ്വസിച്ച് കഴിയുമ്പോൾ ജപ്തി നോട്ടീസ് വന്നതിന് മുമ്പുള്ള മാനസികാവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയണം. അപ്പോഴാണ് നിങ്ങളുടെ ഹൃദയം ജ്വലിച്ച് അഭിഷേകം കിട്ടുക എന്ന് പറയണത്. ഇപ്പോൾ നിങ്ങൾക്കൊരു രോഗം ഉണ്ടായി, ഇപ്പോൾ രോഗം ഉണ്ടായതാണ്.
ഇല്ലേ? രോഗമില്ലാതിരുന്ന കാലങ്ങളിൽ ഇപ്പം ചില പറയും കർത്താവേ കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ എന്ത് ഹാപ്പിയായിരുന്നു, ഇപ്പോൾ ഒരു ഹാപ്പിയും ഇല്ല, ഇപ്പോൾ ഈ രോഗവും പിടിച്ച് ഈ രോഗം എത്ര കാലം മാറുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കും. പക്ഷേ വചനം കേട്ട് കഴിയുമ്പോൾ, വചനത്തിന് അങ്ങനെ ഒരു ഭയങ്കര കഴിവുണ്ട്. വചനം കേട്ട് കഴിയുമ്പോൾ ഈ രോഗം ഡയഗ്നോസ് ചെയ്യണതിന് മുമ്പെന്നുണ്ടായിരുന്ന മാനസികാവസ്ഥയിലേക്ക് നിനക്ക് തിരിച്ചു പോകാൻ കഴിയും. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച അച്ഛനോട് ചേർന്ന് കർത്താവേ കർത്താവേ വചനത്തിന് എന്നാ കഴിവാണ് ഈശോ, കർത്താവേ ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് പണ്ടുണ്ടായിരുന്ന സന്തോഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ എന്റെ വചനത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തലന്മാരെ പോലെ വചനം കേൾക്കുമ്പോൾ എന്റെ ഹൃദയത്തെ ആത്മാവിലെ ജ്വലിപ്പിക്കണമേ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് കർത്താവ് തന്ന സുവിശേഷ ദൂതെന്താണ്? പഴയ മാനസികാവസ്ഥയിലേക്ക്, സന്തോഷത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയും, അല്ലേ? ആ തിരിച്ചു പോകാൻ നമ്മളെ സഹായിക്കുന്നതാണ് വിശുദ്ധ കുർബാനയും ദൈവവചന പ്രഘോഷണവും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ പുത്തൻ കുർബാന എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യും. ഓർഡിനേഷൻ, പട്ടാഭിഷേകം, പട്ടകല്യാണം കഴിഞ്ഞിട്ടതിന് ശേഷം പിറ്റേ ദിവസം ചെല്ലണ കുർബാനയാണ് പുത്തൻ കുർബാന. എമ്മാവുസിലേക്ക് സംഭവിക്കുന്നത് പുത്തൻ കുർബാനയാണ്. അന്ത്യത്താഴത്തിൽ കർത്താവ് കുർബാന സ്ഥാപിച്ചതിന് ശേഷം പിന്നെ കുർബാന ചെല്ലണതാണ് പുത്തൻ കുർബാന. ഈ പുത്തൻ കുർബാനയുടെ ഗുണം എന്താ? അത് സാധാരണ ഓർഡിനറി മാസമാണ്. ഈ ഓർഡിനറി മാസത്തിൽ എന്തെല്ലാം ഉണ്ട്? സാധാരണ കുർബാനയിൽ ദൈവവചനം പ്രഘോഷണമുണ്ട്, ദൈവവചനം, കർത്താവിൻ്റെ ശരീരം, അപ്പം മുറിക്കൽ ശുശ്രൂഷയുണ്ട്. ഈ രണ്ടും, ദൈവവചന പ്രഘോഷണവും അപ്പം മുറിക്കൽ ശുശ്രൂഷയും, ഇത് ആണ് പരിശുദ്ധ കുർബാന. എന്തിനാണിത് ചെല്ലണത്? ഇത് രക്തസാക്ഷികളായ ഒരു സഭയിൽ ഏത് സമയത്തും കർത്താവിന് വേണ്ടി പീഡ അനുഭവിക്കേണ്ടി വരും. പീഡിത സഭ അതിനെ അതിജീവിക്കാൻ വേണ്ടി, അതിൻ്റെ മൗലിക വികാരങ്ങളിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി കർത്താവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുന്നതാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷയും അതുപോലെ തന്നെ ദൈവവചനം കേൾക്കുന്നതും. ഇപ്പം നമുക്കൊരു അനുഷ്ഠാന ആചാരവട്ടത്തിൻ്റെ ഭാഗമായിട്ട് ആണ് ആൾക്കാർ ചെയ്യണത്. അതാണ് ആൾക്കാർക്ക് അനുഭവങ്ങൾ ചിലർക്ക് കുറയണത്. പക്ഷേ കാര്യങ്ങൾ അറിയാവുന്നതിന് ഇന്നും അനുഭവം ഉണ്ടാവും. കുർബാനയെ മാറ്റി നിർത്താൻ നമുക്കൊന്നുമില്ല. കാര്യം ആദ്യം മുതൽ ഉണ്ടായിരുന്നതും എല്ലാത്തിനെയും അതിജീവിച്ചതും കുർബാന കൊണ്ട് മാത്രമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരിശുദ്ധ കുർബാന അപ്പോസ്തല കാലത്തെ ആദിമസഭയുടെ ആത്മാഭിഷേകം പോലെ തന്നെ വചനം കേൾക്കുവാനും വചനം ഗ്രഹിക്കുവാനും അപ്പം മുറിക്കുവാനും ആത്മാവിലാണ് ഭക്ഷിക്കുന്നതെങ്കിലും അത് അർത്ഥത്തോടെ ചെയ്യുവാനും അഭിഷേകം ചെയ്യണമേ. ശ്രുതികടേ വികാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത് പഴയ, ഇന്നിപ്പോൾ കർത്താവ് ഈ ആരാധന വെളിപ്പെടുത്തിയില്ലേ, അതായത് പഴയ ജീവിത സന്തോഷത്തിലേക്ക് ഒരു വ്യക്തിക്ക്, നിൻ്റെ പഴയ സന്തോഷത്തിലേക്ക് നിനക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്ന്. അതല്ലേ ഇന്നത്തെ ഏറ്റവും വലിയ വെളിപാടുകൾ. അതുകൊണ്ട് നമ്മൾ ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ പല വിഷയങ്ങളെ ഓർത്ത് ചിലപ്പോൾ നിൻ്റെ വീട് വിറ്റ് നീ വാടക താമസിക്കുകയായിരിക്കും. ചിലപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ റോസറി മീറ്റ് നടത്തിയപ്പോൾ ഗൾഫ് രാജ്യത്തുള്ള ഒരു അപ്പനും അമ്മയും 4 മക്കളും അത് മസ്കറ്റിലാണ്. അപ്പോൾ നമ്മളോർക്കും മസ്കറ്റിലൊക്കെ ആകുമ്പോൾ അവരിത് വെല്ലായിട്ട് താമസിക്കുക. അവരെന്താ പറഞ്ഞതെന്നറിയാമോ? അച്ഛാ, ഞങ്ങളിത് പൂട്ടി ഇതിൻ്റെ അകത്ത് ഇരിക്കുകയാണ്, പുറത്തോട്ട് ഇറങ്ങാനും പറ്റണില്ല, ഞങ്ങൾക്ക് അന്നന്ന് വേണ്ട അപ്പത്തിനുള്ള വക പോലും കാണുന്നില്ല അച്ഛാ എന്നാ പറഞ്ഞു. എൻ്റെ ഹൃദയം പൊട്ടിഞ്ഞു പോയി സത്യം പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു, ദൈവമേ, ഈ നാട് വിട്ടും വീട് വിട്ടും പോയുടെ അവസ്ഥ കണ്ടില്ലേ? അപ്പം അവിടെയൊക്കെ മനസ്സിൽ ഇപ്പോഴ് എന്ന് രക്ഷപ്പെടും, എന്ന് നാട്ടിൽ പോകാൻ പറ്റും,
10 കാശിന്ന് കയ്യിൽ കിട്ടും എന്ന് ഈ വർത്തമാന കാലത്ത് അവർ ഇത് ഞാനീ പറയുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയുന്നുണ്ടാകും. കാര്യം ചിലപ്പോൾ നിങ്ങളും ചിലപ്പോൾ ഇതുപോലുള്ള അവസ്ഥയിലായിരിക്കും, നാട്ടിലായാലും വിദേശത്തായാലും. എൻ്റെ മക്കൾ വിഷമിക്കരുത്. കാര്യം ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച നടന്ന ആരാധനയുടെ അനുഗ്രഹങ്ങൾ ഇന്നലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ആരാധനയുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഇന്നലെ മെനയുന്നുമായിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ജീവിക്കണ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെ നിങ്ങളെ ആരാധന കൂടുന്നത് അമ്മ ജീവനോടെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള അവസ്ഥയെ കഴിയണ എല്ലാവരും, നാട്ടിലായാലും വിദേശത്തായാലും ഇതുപോലെ സങ്കടം, നിത്യവൃത്തിക്ക് പോലും വകയില്ല, പണമില്ല, കുഞ്ഞുങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ പോലും പറ്റണില്ല. ഇന്നലെ വേറെ ഒരു സങ്കടം കണ്ട്, അതായത് അവർ ആശുപത്രിയിൽ നിന്ന് കുഞ്ഞിനേക്ക് രക്തം കയറണില്ല. എന്നിട്ട് ഈ രക്തം കയറുന്ന ആ രക്തം തൂക്കി കിടക്കുന്ന സ്റ്റാൻഡും കുഞ്ഞിനെയും ഈ അമ്മ ഈ സ്റ്റാൻഡോട് കൂടി പിടിച്ചിരിക്കുകയാണ്. അത് ഒരു കൈ കൊണ്ട് മൊബൈലും പിടിച്ചിട്ടുണ്ട്, ഒരു കൈ കൊണ്ട് മൊബൈലും വെച്ചിട്ടുണ്ട്. ഞങ്ങളെ ആൾക്കാരിൽ അമ്മയെ കാണിക്കാൻ വേണ്ടി ഈ കുഞ്ഞിനെയും കാണിക്കുന്നുണ്ട്, ഈ രക്തവും കാണിക്കുന്നുണ്ട്, രക്തം കയറാത്ത അവസ്ഥയും കാണിക്കുന്നുണ്ട്. എന്നിട്ട് നിന്ന് കരയുകയാണ്. എങ്കിലും അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആശ്വാസം, നീ ഇത്രയും ആണെങ്കിലും ഒരു കാരണവശാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ കർത്താവ്. കൊറോണയാണെങ്കിലും എന്ന് കൂടി നമ്മൾ ചേർത്ത് വായിച്ച ആ വചനത്തിന് ഭയങ്കര അർത്ഥം കിട്ടും. ഒരു കാരണവശാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. അത് കൊറോണയാണെങ്കിലും, നിൻ്റെ കുഞ്ഞ് രക്തം കയറുന്നില്ലെങ്കിലും, അന്യരാജ്യത്ത് നീ ആശുപത്രിയിലാണെങ്കിലും, ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങളെ കണ്ട് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും കർത്താവിടെ ആ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തും. അതുപോലെ നിങ്ങളിപ്പോൾ ഈ ആരാധന കേൾക്കുമ്പോൾ ഓർക്കുക, ആരാധന കൂടുമ്പോൾ ആരാധന കൂടാൻ കഴിയണത് തന്നെ കർത്താവ് നിനക്ക് തന്നൊരു അനുഗ്രഹമാണ്. ആരാധന കൂടാൻ കഴിയുന്നുണ്ടെങ്കിൽ, എൻ്റെ സ്വരം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തു നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാനാണ് സംസാരിക്കുന്നത്, നിങ്ങൾ കരുതണ്ട. ഞാനൊരു നിമിത്തം മാത്രമാണ്. അമ്മ നിങ്ങളെ കരുതുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ മക്കൾ ഇപ്പം അമ്മയെ കാണിക്കുക. കുഞ്ഞിനെങ്കിൽ കുഞ്ഞ്, അതെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അസുഖത്തിൻ്റെ ഭാഗങ്ങൾ അമ്മയെ കാണിക്കാൻ പറ്റുന്നത് സഭ്യമായ ഭാഗങ്ങളാണെങ്കിൽ അമ്മയെ കാണിക്കുക. ഇപ്പോഴേ കാണിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മയെ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലൈവായി ഈ ആരാധന കൂടിയിട്ട് ജീവിത സങ്കടങ്ങളെ കണ്ണുനീരോടുകൂടി പങ്കുവെക്കുന്നവര്, മാരക രോഗികള്, തീരാവേദനയുള്ളവര്, അസ്ഥിവേദനയുള്ളവര്, പൊക്കവേദനയുള്ളവര്, മാംസപേശികളില് മരവിപ്പുള്ളവര്, മുഴയുള്ളവര്, കിഡ്നി രോഗികള്, കരൾ രോഗികള്, കർത്താവ് എപ്പിലെപ്സി രോഗികള്, ഓട്ടിസം രോഗികള്, വാത രോഗികള്, കർത്താവ് എല്ലാ വിധത്തിലുള്ള വേദന അനുഭവിക്കുന്നവരിൽ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. അമ്മയുടെ മധ്യസ്ഥതയിലെ മാരക രോഗങ്ങളെ, തീരാവ്യാധികളെ യേശുനാമത്തില് ഈ നിമിഷം മാറിപ്പോകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ചിലര് പ്രാർത്ഥന മാത്രമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായതാണ്. അവരിവിടുന്ന് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉടമ്പടി എടുത്ത് ചെയ്യണത്? അപ്പം നേർച്ച വസ്തുക്കളെല്ലാം തീർന്നു. അവരാ പുസ്തകം മാത്രമാണ് ചെയ്യണത്. ഇപ്പോഴും പുസ്തകത്തിലെ ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും, ആ പ്രാർത്ഥന മഞ്ഞെ പ്രാർത്ഥിക്കുകയാണ്. കാര്യം നമുക്ക് ഉടമ്പടി നേർച്ച വസ്തു ഇപ്പോൾ കിട്ടാൻ മാർഗ്ഗമില്ലല്ലോ. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ദൈവം അവിടെ അലർജി രോഗങ്ങളെ പൂർണ്ണമായി സുഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ അവരുടെ ജീവിതം ക്രമീകരിച്ചിരിക്കണം. അവർ അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ 24-33 അനുസരിച്ചുകൊണ്ട് അവർ പഴയ സന്തോഷത്തിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. പഴയ സന്തോഷത്തിലേക്ക് 2 തരത്തിൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. ഒന്ന്, ദൈവത്തിൻ്റെ കൃപയാൽ ആ വിഷയം നടന്ന് അതിൻ്റെ ഫലമായിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആന്തരിക മുറിവിൻ്റെ മേലെ, വേദനയുടെ മേലെ കർത്താവ് പുതിയൊരു അഭിഷേകം തന്നുകൊണ്ട് ഇപ്പം തന്നെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവർ ജെറുസലേമിലേക്ക് തിരിച്ചു പോയി. ജെറുസലേമിലെ അവസ്ഥ എന്താ? അവർ തിരിച്ചു പോകുന്ന കാലത്തുള്ള അവസ്ഥ തന്നെയാണ്. അവിടെ പുതിയ അവസ്ഥകളൊന്നും സംഭവിച്ചിട്ടില്ല. എങ്ങനെ അവർ തിരിച്ചു പോകുന്നു? ആ അവസ്ഥ തന്നെയാണ് ജെറുസലേമിൽ ഇപ്പോഴും ഉള്ളത്. പക്ഷേ നമ്മുടെ സാഹചര്യം അത് തന്നെയാണെങ്കിലും, പക്ഷേ അവിടെ മനസ്സ് ദൈവം മാറ്റിയിരിക്കുന്നു.
അതാണ് 24-34 പറയണത്. അവർ ജെറുസലേമിലേക്ക് തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് അവർ തിരിച്ചു പോയി. ദൈവവേദന സാഹചര്യങ്ങൾ അതുപോലെ നിലനിന്നാലും സാഹചര്യത്തിന് ആവിയും പുകയും ചൂടും നമ്മൾ അനുഭവിക്കാതെ അത് ഏത് കാലത്താണോ നമ്മൾ സന്തോഷമായി ജീവിച്ചത് അത് ആത്മാഭിഷേകത്തിലേക്ക് കർത്താവിന് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിയും. ഈ നിമിഷം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം നിങ്ങൾക്ക് അതിൻ്റെ അഭിഷേകം ലഭിക്കുന്നു. ഈ നിമിഷം അമ്മ നിങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. കർത്താവേ ശുശ്രൂഷയുടെ മക്കളെ കർത്താവേ അങ്ങയുടെ പഴയ സന്തോഷത്തിലേക്ക് കർത്താവേ അവർ തിരിച്ചു പോകാൻ വേണ്ടി അവർക്ക് പുതിയ അഭിഷേകം കിട്ടാൻ വേണ്ടി ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. ഈശോ അങ്ങനെ തിരുമുറി പാർന്ന് വലതുകരം മക്കളിലേക്ക് അയക്കണമേ കർത്താവേ. സന്തോഷം നഷ്ടപ്പെട്ടവർ കടങ്ങൾ കാരണം, രോഗങ്ങൾ കാരണം, കലഹങ്ങൾ കാരണം, പല പല വിഷയങ്ങൾ കാരണം കർത്താവേ സന്തോഷം നഷ്ടപ്പെട്ടവർ അവർ വിചാരിച്ച കാര്യങ്ങൾ എല്ലാം അവതാളത്തിലായപ്പോൾ അവർക്ക് സന്തോഷം നഷ്ടപ്പെട്ടവർ അങ്ങനെ ഓരോരോ കാരണങ്ങളാൽ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടവരെ കർത്താവേ ആ വിഷയങ്ങൾ ഭൗതികമായ സാഹചര്യങ്ങൾ അതുപോലെ നിൽക്കുമ്പോൾ തന്നെ അപ്പോസ്തലന്മാർ ജെറുസലേമിലേക്ക് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ജ്വലിച്ചുകൊണ്ട് തിരിച്ചുപോയ പോലെ തിരിച്ചു പോകാനും ആ അഭിഷേകവും ആ സന്തോഷവും അനുഭവിക്കാൻ പഴയ സന്തോഷം അതേപോലെ അനുഭവിക്കാൻ അഭിഷേകം നൽകണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. രോഗികൾ അവിടെ രോഗമുള്ള ഇടങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കാലുവേദനക്കാരെ നെഞ്ചിൻ്റെ താഴെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കരളുവേദനക്കാരെന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോഴും കർത്താവ് കരളിനെ കാണിച്ചു തന്നത് കൊണ്ടാണ് ആ ഒരു പ്രത്യേക അവയവം എടുത്ത് പറയാൻ കാര്യം. ഫാറ്റ് ലിവറാകാം, ലിവർ സിറോസിസ് ആകാം, കരളിലെ നീരുവീക്കമാകാം. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ കരളിൻ്റെ അവിടെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കിഡ്നി രോഗികളെ നടുവിന് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കിഡ്നി രോഗികളെ നടുവിന് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ശ്വാസകോശ രോഗികളെ നെഞ്ചിന് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. പല പല രോഗങ്ങൾ ആസകരമുള്ളവരെ സർവാംഗം കൈവച്ചുകൊണ്ട് സ്വസ്തിക പോലെ ചുരുട്ടി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ അങ്ങയുടെ മക്കൾ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധമായ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ ഈ മക്കൾക്ക് എല്ലാം വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തില് സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ യേശു നാമത്തില് മാരക രോഗങ്ങളെ സൗഖ്യമാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ സമാപന ആശീർവാദമാണ്. ആശീർവാദം കിട്ടുന്ന സമയത്തും മക്കള് ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാര്യം ഇത് കൃപാസനമാണ്. കൃപാസനം ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭൗതികമായ മേഖലകളുടെ മേൽ ദൈവികമായ ഇടപെടൽ അനുഭവിച്ച് നിങ്ങളെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടിയാണ്. അതിനുശേഷമാണ് ആഴമായ മരിയൻ കൃപാഭിഷേക ധ്യാനം പോലെയുള്ള ആഴമായ ദൈവാനുഭവത്തിലേക്ക് നമ്മൾ പോകുന്നത്. അതാണ് നമ്മൾ ദൈവത്തിൻ്റെ ഇടപെടലായിട്ടും പ്രവർത്തനമായിട്ടും നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് അച്ഛൻ ആരാധന ആസ്വദിക്കുന്ന നിമിഷങ്ങളിൽ ഞാനിവിടെ ഇപ്പോൾ സൂചിപ്പിക്കാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വേദന, അവരുടെ പഠനം, അവരുടെ സ്വഭാവം, അവരുടെ കേസ്, സാമ്പത്തിക കർച്ച, എന്ത് വിഷയം, വീടില്ലാത്ത അവസ്ഥകൾ, വഴിയില്ലാത്തവർ, എല്ലാ സങ്കടങ്ങളും ഉടമ്പടി ചെയ്തവർ, ഓൺലൈൻ ഉടമ്പടി ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ 7000-ഓളം പേരെ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ ഉടമ്പടി ചെയ്തവരുടെ വീട്ടിൽ പരിശുദ്ധ അമ്മ നേരിട്ട് കയറി ചെന്ന സാക്ഷ്യങ്ങൾ ഇപ്പോഴ് യൂട്യൂബിൽ വരുന്നുണ്ട്. അതാണ് സഞ്ചാരി മാതാവിൻ്റെ ഏറ്റവും പുതിയ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കണത്. പഴയ ഉടമ്പടി ചെയ്തവരെല്ലാം ഇപ്പോഴ് എല്ലാ ദിവസവും 3 മണിയാകുമ്പോൾ 3:30 മണിയാകുമ്പോൾ ഓൺലൈനിൽ പ്രെയർ ചെയ്യാൻ നമുക്ക് ആ ജപമാല കൃപാവരയജ്ഞം, തത്സമയ ജപമാല കൃപാവരയജ്ഞം റോസ്റ്ററി മീറ്റുണ്ട്. ഫേസ്ബുക്കിലും വാട്സപ്പിലും അതിന് ലിങ്കുകൾ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് കയറി വരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഞങ്ങളെ കണ്ട് സംസാരിക്കാൻ പറ്റും. എല്ലാ ദിവസവും ഉണ്ട്. തിങ്കളും ചൊവ്വായും ഇത് മാത്രം ഇല്ല. ബാക്കി ബുധൻ മുതൽ ഞായറാഴ്ച വരെ എല്ലാ ദിവസവും തത്സമയ ജപമാലയുണ്ട്. നിങ്ങളുടെ രോഗങ്ങളും വിഷമതകളും അൾത്താറിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോൾ സമാപന ആശീർവാദം. നാളെയും 10:15 ജപമാല, 10 ദീപ കുർബാന, 11:30 ഉടമ്പടി ധ്യാനവും ആരാധനയും നാളെയും.
നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് 2 കൈകളും ഉയർത്തി സ്വരമുയർത്തി സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. കൈകൾ വീശി പാടാം. ആവേ 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 മരിയ. ആവേ 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 മരിയ. ആവേ 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 മരിയ. ആവേ ആവേ ആവേ